ആർത്തലയ്ക്കുന്ന കടലിനെയും കൊടുങ്കാറ്റിനെയും ശാന്തമാക്കുകയും കടലിനു മീതെ സഞ്ചരിക്കുകയും ചെയ്ത ക്രിസ്തുവിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ചെങ്കടൽ പിളർത്തി ഇസ്രായേൽ ജനതയെ ഫറവോയുടെ സൈനികരിൽ നിന്ന് രക്ഷിച്ച പുറപ്പാട് സംഭവവും നമുക്കറിയാം. എന്നാൽ കുരിശു വരച്ച് മേലങ്കി കടലിലേക്കിട്ട് അത് വള്ളമാക്കി മാറ്റി നൂറുകണക്കിന് കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്ത ഒരു വിശുദ്ധനെക്കുറിച്ച് എത്ര പേർ കേട്ടിട്ടുണ്ട്? ഈ വിശുദ്ധന്റെ പേരാണ് പെനഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ട്. അവിശ്വസനീയമായ സംഭവ കഥകൾ കൊണ്ട് അവിസ്മരണീയമാണ് പെനഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ടിന്റെ ജീവിതം. ആ ജീവിതത്തിലെ ഒരു സംഭവം വിവരിക്കാം. സ്പെയിനിലെ കാറ്റലോണിയയിൽ 1175 ജനിച്ച വിശുദ്ധ റെയ്മണ്ട് അരഗോണിലെ ജെയിംസ് ഒന്നാമൻ രാജാവിന്റെ ഉപദേശകനായിരുന്നു. രാജാക്കന്മാരോടും പ്രഭുക്കളോടും സുവിശേഷം പങ്കുവെക്കുന്നതിൽ വിശുദ്ധൻ മടിച്ചിരുന്നില്ല. ധാർമ്മികതയുമായി ഒത്തുതീർപ്പ് നടത്തുന്ന അവരുടെ ജീവിതങ്ങളെയെല്ലാം അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അത്തരം വിമർശനങ്ങൾക്ക് ജെയിംസ് രാജാവും വിധേയനായി. രാജാവ് ദൈവഭക്തനായിരുന്നുവെങ്കിലും സദാചാര വിരുദ്ധമായ ചില ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് റെയ്മണ്ടിനെ വിഷമിപ്പിച്ചു. പാപത്തിൽ തുടരുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് പാപവഴികൾ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണമെന്നും വിശുദ്ധൻ രാജാവിനെ ഉപദേശിച്ചു. എന്നാൽ വിശുദ്ധന്റെ ഈ ഉപദേശം രാജാവിന് തീരെ ഇഷ്ടമായില്ല. പാപം കലർന്ന തൻ്റെ ജീവിത രീതി ഉപേക്ഷിക്കാനും അദ്ദേഹം തയ്യാറായില്ല. തൻ്റെ ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കാത്ത രാജാവിൻ്റെ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകനായി തുടരാൻ വിശുദ്ധ റെയ്മണ്ട് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന അങ്ങയോടൊപ്പം ഇനിയും സഹകരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് സ്പെയിനിലേക്ക് മടങ്ങാൻ എന്നെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ രാജാവിന് ഈ ധിക്കാരം വെച്ചു പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉടൻ തന്നെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു: ഒരു കപ്പലിലും റെയ്മണ്ടിനെ കയറ്റരുത്. രാജാവിന്റെ അധികാരത്തിനും ഭീഷണികൾക്കും മുൻപിൽ കപ്പലിലെ ജീവനക്കാർ നിസ്സഹായരായി. കപ്പൽ കയറാതെ വിശുദ്ധന് സ്പെയിനിലെത്താൻ കഴിയില്ലെന്ന് രാജാവിന് ഉറപ്പായിരുന്നു. വിശുദ്ധൻ മുട്ടുമടക്കി തൻ്റെ അടുക്കലേക്ക് വരുമെന്ന് തന്നെ രാജാവ് കണക്കുകൂട്ടി. പക്ഷേ സംഭവിച്ചത് നേർ വിപരീതമായിരുന്നു. രാജാവിൻ്റെ ഭീഷണിക്കൊന്നും വഴങ്ങാതെ വിശുദ്ധൻ കടൽ തീരത്തെത്തി. അപ്പോൾ കടൽ പതിവില്ലാത്ത വിധത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു. അദ്ദേഹം തൻ്റെ മേലങ്കി ഊരി തിരമാലകൾക്ക് മീതെ വിരിച്ചു. അതിൽ ഒരു കുരിശു രൂപം വരച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം പ്രകടമാകുന്നതിനു വേണ്ടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. മേലങ്കി ഒരു വള്ളം പോലെ വെള്ളത്തിനു മീതെ ഉയർന്നു നിന്നു. വിശുദ്ധൻ വള്ളത്തിലേക്ക് എന്നതുപോലെ മേലങ്കിയിലേക്ക് കയറി. കാറ്റ് നിലച്ചു. കടൽ ശാന്തമായി. മേലങ്കി തിരമാലകൾക്ക് മീതെ സഞ്ചരിച്ചു തുടങ്ങി. നിന്നും ഇരുന്നും വിശുദ്ധൻ യാത്ര തുടർന്നു. മയോർക്കയിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് 1-2 കിലോമീറ്റർ അല്ല, 100 കണക്കിന് കിലോമീറ്റർ. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഈ യാത്ര. കാരണം അതൊരു അതിശയ യാത്രയായിരുന്നു. ഈ വിവരം രാജാവിൻ്റെ കാതുകളിലെത്തി. അദ്ദേഹം നടുങ്ങിപ്പോയി. അദ്ദേഹത്തിന് തൻ്റെ പാപം എന്താണെന്ന് മനസ്സിലായി. രാജാവ് ദൈവം മുൻപിൽ തൻ്റെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു. കൂടാതെ വിശുദ്ധ റെയ്മണ്ടിനെ തിരിച്ചു വിളിപ്പിച്ച് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങൾ നൽകിയുള്ള ജീവിതമാണ് രാജാവ് പിന്നീട് നയിച്ചത്. 1275 വിശുദ്ധ റെയ്മണ്ട് മരണമടഞ്ഞു. ജനുവരി 7 വിശുദ്ധന്റെ തിരുനാൾ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നും മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് എന്നുമുള്ള തിരുവചനത്തെ സാധൂകരിക്കുന്നതാണ് വിശുദ്ധ റെയ്മണ്ടിന്റെ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനും അതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കാനും അവരുടെ തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഞങ്ങളുടെ മാനുഷികമായ ബലഹീന പ്രകൃതിയുടെ പേരിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. സത്യത്തിനു വേണ്ടി സാക്ഷികളാകാനും സത്യം പ്രഘോഷിക്കാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഒത്തുതീർപ്പുകളിൽ ഏർപ്പെടാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ. പെനഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ടിന്റെ വിശ്വാസ മാതൃക പുതിയൊരു പാഠമായി ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മാതൃകയാക്കണമേ. ആമേൻ.